ഒരു പെണ്ണാഗ്രഹിക്കുന്നതാ പ്രയോറിറ്റി. അയാളുടെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്ഥാനമുണ്ട് അല്ലേ? ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ലൈംഗികതയിലല്ല. ഓരോ ഇണകളോടും ഭർത്താക്കന്മാരോടും ഞാൻ പറയുന്നത്, ലൈംഗികതയിൽ പോലും പല പെണ്ണുങ്ങളും സമാധാനിക്കുന്നില്ല. മൃഗങ്ങളെ പോലെ കിടക്കുക, മൃഗങ്ങളെ പോലെ വെറുതെ ചെയ്യുക, വെറുതെ കാണിച്ചു കൂട്ടുക. അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞല്ലോ, ലൈംഗികതയുടെ ഏറ്റവും നല്ല സുഗന്ധ രണ്ടു മനസ്സുകൾ തമ്മിൽ ചേർന്ന് നിന്ന് രണ്ടു മനസ്സുകൾ കൊഞ്ചി തുടങ്ങുന്നിടത്താണ് ലൈംഗികതയുടെ സുഗന്ധം. അതെന്തേ നമ്മുടെ ബെഡ്റൂമിലില്ല? അതെന്തേ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലില്ല? ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അവളുടെ ഭർത്താവ് കൊടുക്കുന്ന കരുതലിലാണ്, പരിഗണനയിലാണ്. അയാൾ എനിക്ക് വലിയ സ്ഥാനം അയാളെ ലൈഫിൽ തരുന്നുണ്ട്, അയാൾ ഞാനുമായിട്ട് പലതും ഷെയർ ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നത് അയാൾ കേൾക്കുന്നുണ്ട് എന്നൊരു പെണ്ണിന് തോന്നിത്തുടങ്ങിയാലുണ്ടല്ലോ, ഇന്റക്ക എന്നൊരു ചിന്ത മനസ്സിൽ വരുമ്പോ ഒരിക്കലും ആ പെണ്ണ് കുടുംബം മറക്കൂല. അതിനെന്തു വേണം? ആ കരുതലും സ്നേഹവും നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാ, നാട്ടിലെ സർവ്വ പെണ്ണുങ്ങൾക്കും കരുതലും കാവലും കൊടുക്കും, ഒരേ ഉള്ളവർക്ക് മാത്രം കൊടുക്കൂല. കല്യാണപ്പുരയിൽ ആരാന് ചോറ് വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര ഉഷാറാണ്. അവനാന്റെ പെണ്ണുങ്ങൾക്ക് ഒരു പിടി കിട്ടിയിട്ടുണ്ടോ എന്ന് നോട്ടം പോലും ഉണ്ടാവും. എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാന്നല്ലോ. ഒരു കരുതല്, ഒരു സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 12 കെട്ടിയതാണ് ശത്രുക്കൾക്കും മുസ്ലിങ്ങൾക്കും കുറ്റം. നാളെ ഒരു മാപ്ല പറയാ, നബി 12 കെട്ടിയിട്ടില്ലായിനെങ്കിൽ നമുക്ക് ശത്രുക്കളോടൊപ്പം ഒന്ന് പിടിച്ചു കഴിഞ്ഞു. ഓന്റെ വിചാരി 12 കെട്ടിയതാ അപ്പൊ ഇടങ്ങേറുന്ന. അള്ളാന്റെ ഹബീബിനൊരു ഇടങ്ങേറില്ല, ഭാര്യമാർക്കും ആ ഇടങ്ങേറുണ്ടായിട്ടില്ല. കാരണം 12 ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുമ്പോഴും മരിച്ചു പോകുമ്പോഴും പറഞ്ഞത് എന്താണെന്നറിയോ? റസൂലേ, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അത് നിങ്ങളെ മണവാട്ടിയാക്കാൻ പ്രാർത്ഥിക്കുന്നവരാ നബിയെ ഞങ്ങള്. അതിൽ 17 വയസ്സുള്ള ആയിഷ ബീവിയുണ്ട്, 60 വയസ്സിലധികം കൂടുതലുള്ള ഭാര്യമാരും. മുഴുവൻ ഭാര്യമാരും അത് പറഞ്ഞിട്ടാ റസൂലുള്ള കൈയോടിക്കുന്നത്. മരിക്കുന്ന സെക്കൻഡുകൾക്ക് മുൻപ് അള്ളാന്റെ ഹബീബ് ഭാര്യമാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ? സർവ്വ ഭാര്യമാരും റസൂലിന്റെ ചുറ്റും കൂടി നിന്നിട്ട് പറഞ്ഞു, അള്ളാഹു സാക്ഷി റസൂലേ, നിങ്ങൾ ഞങ്ങളോട് നീതി കാണിച്ചവനാ. 12 ഭാര്യമാരും അങ്ങനെ പറഞ്ഞു, ഇനിയൊരു ജന്മണ്ടേ അത് നിങ്ങളെ മണവാട്ടിയാവണേ. നമുക്ക് 12 ഒന്നുമില്ല, ഒന്നേ ഉള്ളൂ. ഒന്ന് പൊരേച്ചൊന്ന് ചോദിക്കുക, അല്ലേ ഇപ്പൊ അടുത്ത ജന്മത്തിലും സ്വർഗത്തിലും ഇപ്പൊ എന്റെ പേരെ ഞാൻ തന്നെ ഓള് ഒന്ന് ചിരിച്ചിട്ട് പറയാം, അങ്ങനെയാണെ ഇപ്പൊ എനിക്ക് ആ സ്വർഗവും വേണ്ടാന്നൊക്കെ ഇരുന്ന് പറഞ്ഞാ അത് നമ്മളെ വില. ഹിയാറുക്കും അഹ്സനുക്കും ലിനിസാഇക്കും, ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ അവനാന്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ. അതിനവക്ക് അവകാശമുണ്ട്. 10-20 കൊല്ലം വാപ്പാന്റെ സ്നേഹറിഞ്ഞു വളർന്ന് ജീവിച്ചൊരു പെണ്ണ് ഒരൊറ്റ കാഴ്ചന്റെ പേരിൽ എന്റെ കൂടെ പോരാന്ന് സമ്മതിച്ചത് എന്റെ സൗന്ദര്യവും എന്റെ പണവും കണ്ടിട്ടല്ല. അവക്ക് കിട്ടുന്ന ആഗ്രഹിച്ച് സ്വപ്നം കണ്ടൊരു സ്നേഹം നീ കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ്, ആ പരിഗണനയും ആദരവും കിട്ടുന്നുള്ള സ്വപ്നത്തിലാണ്. അതുകൊണ്ട് ഒരാണിന് ഏറ്റവും വലിയ വില സ്വന്തം വീട്ടിലെ പെണ്ണിന്റെ മനസ്സിലാണ്. നമ്മൾ പറയാറില്ല, ഇന്നും ലോകത്ത് പാടി മതിവരാത്തൊരു പ്രണയകാവ്യുണ്ട്, അലിയാർ തങ്ങളും ഫാത്തിമ ബീവിയും തമ്മിലുള്ള പ്രണയം. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാനെ അലി ഇബ്നു അബീ ത്വാലിബിന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട്. അലീനെ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, അലി നിന്റെ ഫാത്തിമ ഒരു പാവാട്ടോ, അലി നിന്റെ കരളാണ് നിന്റെ ഫാത്തിമ. ഫാത്തിമക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിയ ഫാത്തിമയുടെ വാശി അവളെ വെറുക്കല്ലേ അലി, അവൾ നിന്റെ പൊന്നുമോളാ. ഫാത്തിമയെ നീ പട്ടിണി കിട്ടാലും ഫാത്തിമയുടെ നരകം അത് നീ കാണിക്കല്ലേ അലി. വല്ലാത്തൊരു വർത്താനാണ്. ഇതേപോലെ ഫാത്തിമാനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, മോളെ ഫാത്തിമ, ദുനിയാവിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു തുണയാണ് അലി. അലി ദരിദ്രനായിരിക്കാം, പക്ഷെ സ്നേഹം കൊണ്ടും ഈമാൻ കൊണ്ടും അലി ധനികനാ മോളെ. അലിയുടെ ദാരിദ്ര്യത്തെ നീ വെറുക്കരുത്, അലിയെ കൊണ്ട് നീ നരകം വാങ്ങിപ്പിക്കരുത്. എന്ത് മനോഹര. അതുകൊണ്ട് തന്നെയാണ് ഫാത്തിമ ബീവി മരിക്കുന്ന അന്ന് നേരം വെളുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് ചോദിക്കുന്നുണ്ട്, ഫാത്തിമ എന്തിനാ അങ്ങനെ തിരക്കൂട്ടണത്? ഫാത്തിമ ബീവി പുഞ്ചിരിയോടെ പറയും, അലി ഒരു പക്ഷേ ഇനി ഭക്ഷണം തരാൻ ഞാൻ ഇല്ലെങ്കിലോ? അത് കേട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിന്നെ മിണ്ടിയിട്ടില്ല എന്നാ. കാരണം റസൂലുള്ള വഫാത്താവുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയാ പിന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം വരുന്നത് ഫാത്തിമയായിരിക്കും. അതുകൊണ്ട് തന്നെ അലിക്ക് ഒരു പേടി, ഫാത്തിമ മരിക്കാറായോ എന്നൊക്കെ ഒരു ബേജാറ്. പറഞ്ഞത് സത്യമായിരുന്നു. അന്ന് ഉച്ചയാകുമ്പോഴേക്കും ഫാത്തിമ ബീവി പെട്ടെന്ന് മരിച്ചു, പെട്ടെന്ന് അങ്ങ് മരിച്ചു. അവസാനം ഫാത്തിമ ബീവിന്റെ മയ്യത്ത് മക്കളായ ഹസനെയും ഹുസൈനെയും കൂട്ടി കുളിപ്പിച്ച് 6 അടി മണ്ണിൽ വെച്ച് കബറടക്കം നടത്തി പ്രാർത്ഥിച്ച് മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്ന്
പൊട്ടിക്കരയൂ അലി റളിയല്ലാഹു അൻഹു. സഹാബാക്കൾ ഇങ്ങനെ തോളത്ത് കൈവച്ച് ചോദിക്കുന്നുണ്ട്, അലി അത്രക്ക് സ്നേഹിച്ചിരുന്നോ നിങ്ങൾ ഫാത്തിമയെ? അലി ഇബ്നു അബീ ത്വാലിബ് ആകാശത്തേക്ക് നോക്കി പറയും, പടച്ചോനെ, ഫാത്തിമയെ കൊണ്ടുപോയത് ഞാൻ തൃപ്തി, കാരണം ഞാനും നാളെ തിരിച്ചു പോകേണ്ടവനാണ്. പക്ഷെ ഫാത്തിമ ഇല്ലാതെ ഈ ലോകത്ത് ഇനി എത്ര കാലം ആ ഓർമ്മകളിൽ ജീവിക്കണമെന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല പടച്ചോനെ. അലി ഇബ്നു അബീ ത്വാലിബ് പൊട്ടിക്കരയും. ഒരാണിന്റെ വിലയാണ് അവൻ കൊടുത്ത സ്നേഹം കൊണ്ടും തിരിച്ചു കിട്ടുന്ന പരിഗണന കൊണ്ടും ആയുസ്സിൽ ചോർത്ത് ജീവിക്കാൻ. ഇതിന്റെ അർത്ഥം അലി ഇബ്നു അബീ ത്വാലിബ് വേറെ കിട്ടിയില്ല എന്നൊന്നല്ല, എന്നാലും അതൊരു സ്നേഹ. അതുകൊണ്ടാ ഇന്നും കവികൾക്ക് അത് മതിവരാത്ത്. കൽബാണ് ഫാത്തിമ, അയകാണ് ഫാത്തിമ, കുളിരാണ് ഫാത്തിമ, നെഞ്ചിനുള്ളിൽ ഫാത്തിമ. തീർന്നില്ല, അത്ര മനോഹരം. അതുകൊണ്ട് തന്നെ നമ്മളെ ഭാര്യക്ക് നമ്മളൊരു നല്ല ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഞാന് എന്ന് നമ്മൾ സ്വയം നമ്മളെ പറ്റി ചിന്തിക്കണം. അതിനനുസരിച്ച് നമ്മളെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം, പരിഗണിക്കണം. നമ്മളെ വീട്ടിലുള്ളവർക്കാണ് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സ്ഥാനമെന്നും സ്നേഹമെന്നും അതിനാണ് പടച്ചോന്റെ അടുത്ത് കൂലിയൊന്നും തിരിച്ചറിയണം. ആ തിരിച്ചറിവ് സ്വന്തം വീട്ടിലൊരു വാപ്പ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മക്കൾക്ക് ആ കുടുംബത്തിനോട് സ്നേഹം തോന്നുന്ന, തിരിച്ചു വരാൻ പൂതിയാവുന്ന ചില മക്കളൊക്കെ വാപ്പാന്റെ നല്ല സമയത്ത് വന്ന് ചോദിക്കല്ലേ, പേ സ്കൂൾ നിങ്ങൾ ഇഞ്ഞ കൂട്ടാൻ വരുമോ? ഒന്നൊരു അഭിമാനാണ് ബാക്കിയുള്ളവരുടെ മുൻപിൽ എന്റെ വാപ്പ എന്നുള്ള അഭിമാനം. എന്റെ ഉമ്മാനെ സ്നേഹിക്കുന്ന വാപ്പ, എന്റെ ഉമ്മാനെ കരുതുന്ന വാപ്പ, എന്റെ ഉമ്മാനെ പ്രണയിക്കുന്ന വാപ്പ. ആ വാപ്പന്റെ മോനായതിന്റെ സന്തോഷത്തിൽ അവൻ പറയണത്, വാപ്പേ നിങ്ങൾ വരണട്ടോ പേരൻസ് മീറ്റിന്, നിങ്ങൾ വരണട്ടോ ഉമ്മന്റെ പരം, ഉമ്മന്റെ കൂടെ എന്നെ കൂട്ടാങ്ങൾ വരുമോ എന്നുള്ളത്. അത് തിരിച്ചറിയുന്ന നല്ല വാപ്പാരാവാൻ പറ്റണം, നല്ല ഭർത്താവാൻ പറ്റണം. ഞാൻ അവസാനിപ്പിക്കും. അതോടൊപ്പം തന്നെ നല്ല തുണയാവാൻ അല്ലേ. ഇന്ന് ഞാൻ പറയാറുണ്ട്, ഏത് കാര്യത്തിനും ഭാര്യനെ ഭക്ഷണം കൊടുക്കുക, പൈസ ചെലവാക്കുക എന്നല്ലാണ്ട് ആർക്കും കൂടപ്പാനൊന്നൊരു താല്പര്യവുമില്ല. ഓള് പറയാ, കാക്കെ റേഷൻ ജോയിക്കോ, അല്ല കാക്കെ ഇത് മാറ്റേ ദീനു പോകണ്ട, ഹോസ്പിറ്റലിൽ ജോയിക്കോ, ഓട്ടോ വിളിച്ചോ, എനിക്കെന്താ പണി? ഒന്നുമില്ല, റോഡിന്റെ സൈഡിൽ കുത്തിരുന്ന് കൂട്ടുകാരപ്പരം ക്യാരം ബോർഡ് കളിക്കണം, വേറെ എന്തെങ്കിലും ചെയ്യണം, സമയം പോകണം. എന്താ അവളെ കൂടെ ഒന്ന് പോയാൽ അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി നിന്ന്, അതൊക്കെ ഒരു ഇസ്സത്താ. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ ബാക്കിയുള്ള ഒറ്റക്ക് വന്ന പെണ്ണുങ്ങൾ നിങ്ങളുടെ ഭാര്യനെ നോക്കി അസൂയപ്പെടും. ഓളെ പിയ്യാപ്പള വന്ന് കണ്ടോ ഓല കൂടെ എന്നൊക്കെ. ആ പരിഗണനയും സ്നേഹവും ഓരോ കുടുംബത്തിലും ഉണ്ട്. ഇന്ന് ഓരോ കുടുംബത്തിലും ഉണ്ട്. ഞാൻ പറയാറുണ്ട്, ഒരു ഭാര്യ സങ്കടം പോലെ പറഞ്ഞത്, ഈ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എന്നോടറിയാ, ഇക്കാലം വരെ മൂപ്പരിന്ന മോളെ പൊന്നേന്ന് വിളിച്ചിട്ടില്ല. മൂപ്പർ 6 ആൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പൊന്നെ കരളേന്ന് പറഞ്ഞിട്ട്. ഇത് ഒരേ പെണ്ണുങ്ങൾ എത്രയോ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു മോളെ എന്നുള്ള വിളി, മോളേന്ന് നീട്ടി വിളിക്കുമ്പോൾ ചില ഭാര്യമാരകത്തൊന്ന് ചോദിക്കല്ലേ, നിങ്ങൾ ഇന്നെയാ വിളിച്ചാലേ മോളെയാ വിളിച്ചത്, എന്നെയാന്ന് അറിയുമ്പോ ഒക്കെ എന്നെ ഒരു സന്തോഷം, പുറത്ത് അറിയാലെങ്കിലും. അത് വേറൊരാള് 10ാം ക്ലാസ്സുകാരൻ വിളിക്കുമ്പോഴേക്കും അവളെ മനസ്സ് പതറിപ്പോവാതിരിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള ആ വിളിയും നമ്മളെ പരിഗണനയും. അതൊന്നും വീട്ടിൽ കൊടുക്കാതെ കണ്ട ഇൻസ്റ്റഗ്രാം റീല് കണ്ടിട്ടും ക്യാമറ കണ്ടിട്ടും അവനാന്റെ പെണ്ണിനെ വിലയിരുത്തരുത് കേട്ടോ. കാരണം ക്യാമറ കണ്ട് അഭിനയിക്കുന്നൊന്നും ജീവിതമല്ല.